നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം ആരായിരുന്നാലും. കാരണം സത്യമെന്ത് എന്നുള്ളത് അറിയണം. നിരപരാധിയാണെങ്കിൽ നിരപരാധി. കൊണ്ടുപോകുന്നു, ബന്ധപ്പെടുത്തുന്നു. അതിനെല്ലാം നേതൃത്വം കൊടുത്തത് മുഖ്യമന്ത്രി പറഞ്ഞു മന്ത്രിയെ അറസ്റ്റ് ചെയ്തതോടുകൂടി BJP-ക്കാർക്ക് ഇങ്ങോട്ട് മന്ത്രിയെ അറസ്റ്റ് സംബന്ധിച്ച എല്ലാ വിവരങ്ങളും പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഇതുപര്യന്തം പ്രവർത്തിച്ചിട്ടുള്ള ഒരേ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ത് ചെയ്തു എന്നുള്ളത് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം ആരായിരുന്നാലും. കാരണം സത്യമെന്ത് എന്നുള്ളത് അറിയണം. നിരപരാധിയാണെങ്കിൽ നിരപരാധി. ജുഡീഷ്യൽ കസ്റ്റഡിയിലൊക്കെ കിടക്കുമ്പോൾ ഒരു 90 ദിവസം മതി ഒരു കുറ്റപത്രം കൊടുക്കാൻ എന്നുള്ള കണക്കിലെടുത്തുകൊണ്ടല്ലേ അധികാരികൾ പണ്ടുകാലം മുതൽ ഈ നിയമം ഉണ്ടാക്കിയത്. ആ നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഏത് അന്വേഷണമാണെങ്കിലും നടത്തി അത് ആ കുറ്റപത്രം കൊടുക്കാൻ കഴിയില്ലേ? എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്ന് പറയുന്നതിന്റെ കാരണം SIT-യുടെ നീക്കങ്ങളെല്ലാം സംശയാസ്പദമാണ്. അതിൽ ജനങ്ങൾക്ക് അങ്ങേയറ്റത്തെ ഉത്കണ്ഠയുണ്ട്, ഭയാശങ്കകളുണ്ട്, സംശയങ്ങളുണ്ട്, ദുഃഖമുണ്ട്, പ്രതിഷേധമുണ്ട്. എന്തുകൊണ്ട് ഇവർ സ്വാഭാവിക ജാമ്യമെടുത്ത് പുറത്തിറങ്ങി പോവേണ്ടി വരുന്നു? എന്തുകൊണ്ട് കോൺഗ്രസ് നേതാക്കളിലേക്ക് അന്വേഷണം നീങ്ങുന്നില്ല? വിളിച്ചു ചോദിക്കെങ്കിലും വേണ്ട. എന്തിന് ദേവസ്വം ബോർഡിന്റെ ഈ കഴിഞ്ഞ സ്ഥാനമൊഴിഞ്ഞ പ്രശാന്തിനെ പോലും അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ചോദ്യം ചെയ്യേണ്ടി വരുന്നു. ആ ചോദ്യം ചെയ്തതിന് ശേഷം അതും ചോദ്യം ചെയ്യുന്നത് എങ്ങനെയാണ്? രഹസ്യമായിട്ടാണ്. ആരെങ്കിലും അറിഞ്ഞോ? ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന ഈ ഭാരതം അല്ലെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ വളരെ നന്നായിട്ട് അറിയാവുന്ന പ്രശസ്തനായ ഒരു രാഷ്ട്രീയ നേതാവിനെ ചോദ്യം ചെയ്തത് വളരെ രഹസ്യമായിട്ടാണ്. കഴിഞ്ഞ 24-ാം തീയതി ചോദ്യം ചെയ്ത വിവരം അറിയുന്നത് ഇന്നലെയാണ്.